അടുത്തതായി സർക്കിൾസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രോബ്ലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഒ എ ബി സി ഇതൊരു പാരലോഗ്രാം ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒ എന്ന് പറയുന്നത് സെന്ററുമാണ്. സോ ഞാൻ ഈ ആംഗിളിനെ 2x എന്ന് വിളിച്ചു. ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 2x ആണെങ്കിൽ ഇയാളും ആരാണ്? 2x ആണ്. ഇനി നേരെ ബാക്കിലോട്ട് വരയ്ക്കാം. അപ്പൊ എന്താ നോക്കിയേ, ഇതൊരു ആർക്ക്, ഇത് അതിന്റെ സെൻട്രൽ ആംഗിൾ, ഇത് അതിന്റെ ഓൾട്ടർനേറ്റീവ് വരുന്ന ആംഗിൾ അല്ലേ അവനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും എന്ന് നമ്മൾ സർക്കിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 2x ആണെങ്കിൽ ഇയാൾ ആരായിരിക്കും? x ആയിരിക്കും. അതിനൊരു പേര് കൊടുക്കാം D. ഇപ്പൊ നിങ്ങളുടെ ക്വാഡ്രിലാറ്ററൽ ABCD കാണുന്നുണ്ട്. ABCD അത് ഒരു സർക്കിൾ അല്ലേ 4 വെർട്ടെക്സ് വന്നിരിക്കുന്ന. സോ അതുകൊണ്ട് ABCD എന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? സൈക്ലിക് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. അങ്ങനെ നമുക്ക് പറയാം ആംഗിൾ B പ്ലസ് ആംഗിൾ D ആരാണ്? 180. കാരണം എന്താണ്? ABCD സൈക്ലിക് ആണ്. സോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ആംഗിൾ B ആരായിരുന്നു? 2x പ്ലസ് x is equal to 180. 2x x കൂട്ടി കഴിഞ്ഞാൽ ആരെ കിട്ടും? 3x is equal to 180. x is equal to ആരാ? 180 divided by 3. So x is equal to 60. പിന്നെ ബാക്കി വാല്യൂ കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ 2x എന്നല്ലേ വിളിച്ച. അപ്പൊ x 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120. 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120. ഇനി ഒരു പാരലോഗ്രാമിന്റെ ഒരു സൈഡിലുള്ള ആംഗിൾ സപ്ലിമെന്ററി. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? 60. ഇത് 60 ആണെങ്കിൽ ഇയാൾ ആരായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കണക്കാണ്. 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ് സർക്കിളിൽ. അടുത്തതായി സർക്കിളിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് വരയ്ക്കാനാണ്. സാധ്യത എന്നല്ല, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോ രണ്ട് രീതിയിലായിരിക്കും ചോദിക്കുക. ഒന്നെങ്കിൽ പറയും 20 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു റെക്ടാംഗിൾ വരച്ചിട്ട് അതിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ തരും. ഓക്കെ, അല്ലെങ്കിൽ അവരിങ്ങനെ പറയും 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള റെക്ടാംഗിൾ വരച്ചിട്ട് അതിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പറയും. രണ്ടും ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. 20 സെന്റിമീറ്റർ ഉള്ള റെക്ടാംഗിൾ എന്ന് പറയുവാണെങ്കിൽ 5 4 എടുക്കണം. 5 4 എന്ന് പറയുന്നത് പിന്നെ 5 4 അങ്ങ് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ഇത് എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ആദ്യം 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്ടാംഗിൾ വരച്ചു. 5 സെന്റിമീറ്റർ നീളം 4 സെന്റിമീറ്റർ വീതിയുള്ള റെക്ടാംഗിൾ വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ 4 സെന്റിമീറ്റർ അങ്ങോട്ട് നീട്ടി. 4 സെന്റിമീറ്റർ അങ്ങോട്ട് നീട്ടി. അപ്പം ബോധമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 5 4 9 സെന്റിമീറ്റർ ആദ്യം അങ്ങ് ഒരുമിച്ച് വരച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ആദ്യം റെക്ടാംഗിൾ വരയ്ക്കുന്നു, 4 സെന്റിമീറ്റർ കൊണ്ട് നീട്ടി. എന്നിട്ട് ഈ ലെങ്തിനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലത്തിൽ എല്ലാവരും തെറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ബൈസെക്ട് ചെയ്ത് വെക്കും. ഇതിനെ അല്ല ബൈസെക്ട് ചെയ്യേണ്ടത്, ഈ ദൂരത്തെയാണ് ബൈസെക്ട് ചെയ്യേണ്ടത്. ബൈസെക്ട് ചെയ്യാൻ വേണ്ടി കോമ്പസ് പെൻസിലൊക്കെ വെച്ച് എടുത്തു, ഇവിടെ കുത്തി ഏകദേശം പകുതിയിൽ കൂടുതൽ. അപ്പൊ പല കുട്ടികളും ചോദിക്കാറുണ്ട് പകുതിയിൽ കൂടുതൽ എത്ര സെന്റിമീറ്റർ ആണ്? പകുതിയിൽ കൂടുതൽ സെന്റിമീറ്റർ നിങ്ങൾ അളവൊന്നും വിചാരിക്കണ്ട. ഏകദേശം ആ ലൈനിന്റെ പകുതി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ ലൈനിന്റെ പകുതി എത്രയാണോ, ഇപ്പൊ ഏകദേശം ഇത്രയാണ് എനിക്ക് പകുതിയായിട്ട് എനിക്ക് തോന്നുന്നത്. സോ അതിലും കുറച്ചും കൂടി അങ്ങ് നീട്ടിയെടുത്തു. ഓക്കെ, പകുതി കൂടുതലെടുത്ത് ഇവിടെ കുത്തിയ ഒരു ആർക്ക് വരച്ചു, അപ്പുറത്ത് കുത്തിയ ഒരു ആർക്ക് വരച്ചു, അതേപോലെ നേരെ താഴത്തും 2 ആർക്കുകൾ വരച്ചു. സോ ഇത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈനെ ഇപ്പൊ എന്ത് ചെയ്തു? ബൈസെക്ട് ചെയ്തു. ഓക്കെ, അപ്പം ബൈസെക്ട് ചെയ്യേണ്ട ആരെയാണ്? ഈ ലൈനെയാണ് എന്ത് ചെയ്യേണ്ടത്? ബൈസെക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ കുത്തി ഒരു സെമി സർക്കിൾ വരയ്ക്കും. ഇവിടെ കുത്തി എന്ത് വരച്ച്? സെമി സർക്കിൾ വരച്ച് ഈ ലൈനെ നേരെ മേലോട്ട് വെക്കുക. ഈ ലൈനെ നേരെ മേലോട്ട് വെക്കുക. ഇതാണ് നമുക്ക് വേണ്ട ദൂരം. ഇതാണ് നമുക്ക് വേണ്ട ദൂരം. സോ കോമ്പസിൽ ഈ ദൂരം കുത്തിയെടുക്കുന്നു. ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഒരു ആർക്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നേരെ ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടുക. അപ്പൊ അത് ഇവിടെ ഒന്ന് മുട്ടും. ഈ ദൂരം പിന്നെ കോമ്പസിൽ നിന്ന് കളയരുത്. ഈ ദൂരം ഒന്നുകൂടി ചെക്ക് ചെയ്തു. ഇവിടെ കുത്തി ഒരാർക്ക് വരച്ച്, അതേപോലെ ഇവിടെയും കുത്തി ഒരാർക്ക് വരച്ചു. സോ ഇത് ഇങ്ങോട്ട് വന്ന് എന്തായി? മുട്ടിക്കുന്നു. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്ന ഏരിയക്ക് ഈക്വൽ ആയിരിക്കും, ഈ റെക്ടാംഗിൾ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഇത് ഉറപ്പാണ്, മസ്റ്റ് ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഒരു 4 മാർക്കിൽ 5 മാർക്ക്. അപ്പൊ ഇത് മനസ്സിലാവുന്നത് ഓക്കെ. ഇല്ലാത്തൊരു വീഡിയോ ഒന്നും കൂടി ബാക്ക് അടിച്ച് കണ്ടാൽ മതി. ഇനി ഈ 20-ന് പകരം വേറെ ചോദിക്കാൻ സാധ്യത നമ്പറുകൾ 24 ചോദിക്കാം. 24 ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും? അതിന്റെ ഫാക്ടറൈസ് ചെയ്യാം. 6 × 4 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയും. വേണമെങ്കിൽ 18 ചോദിക്കാം. 18 ചോദിക്കുകയാണെങ്കിൽ 6 × 3 എടുക്കാം. പിന്നെ 15 ചോദിക്കാം. 15 ചോദിക്കുകയാണെങ്കിൽ 5 × 3 എടുക്കാം. ഓക്കെ, ഈ 1 2 3 4 പേരെയാണ് മാറിയും തിരിഞ്ഞൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല. അപ്പൊ ഈ പടം വരയ്ക്കുന്നത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയിക്കോണം. തെറ്റാൻ സാധ്യതയുള്ള സ്ഥലം ഇതിനെയല്ല ബൈസെക്ട് ചെയ്യേണ്ടത്, ഇതിനെയാണ് ബൈസെക്ട് ചെയ്യേണ്ടത്. ഒരു സർക്കിൾ
ആ സർക്കിളിലെ രണ്ട് കോഡുകൾ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തു. കോഡുകളുടെ പേരാണ് ABCD. കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ആരെന്ന് പറയുന്ന P. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? PA into PB is equal to PC into PD. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തിയറിയാണ്. ഇത് തന്നെ സർക്കിളിലെ ഈ രണ്ട് കോഡുകൾക്ക് പകരം ഒരു കോഡ് ഡയമീറ്റർ ആയി, വേറൊരു കോഡ് ആ ഡയമീറ്ററിന് എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് കോഡ് വരച്ചാൽ ഡയമീറ്റർ ഈ കോഡിനെ ബൈസെക്ട് ചെയ്യും. സോ ABCD ഈ പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത് P. ഇവിടെ കൊടുത്ത അതേ സാധനം ഇങ്ങോട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? PA into PB is equal to PC into PD. ഇവിടെ നിങ്ങൾ നോക്കിയേ, PCയും PDയും ഈക്വൽ ആണ്. PCയും PD ഈക്വൽ ആണെങ്കിൽ PA into PB is equal to PC into PC എന്ന് എഴുതാം, അല്ലെങ്കിൽ PD into PD എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടും? PC സ്ക്വയർ. സോ PA into PB is equal to ആരാണ്? PC സ്ക്വയർ. ഇതാണ് ഇവിടെ നമ്മൾ പടം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം. നോക്കിയോ എങ്ങനെയാണ്? ABC. ഓക്കെ, എഴുതിക്കേ. PA into PB is equal to ആരാണ്? PC സ്ക്വയർ. PA എത്രയായിരുന്നു? 5. PB എത്രയായിരുന്നു? 4. ഇസിക്കൽ PC എത്രയാണെന്ന് നമുക്കറിയാവാം? PC സ്ക്വയർ. 4 into 5 20 ഇസിക്കൽ ടു PC സ്ക്വയർ ആണെങ്കിൽ PC ഇസിക്കൽ ആരാണ്? √20. സോ ഈ PC എന്ന് പറയുന്ന ദൂരം എത്രയാണെന്നാണ്? √20 ആണ്. സോ √20 വെച്ച് ഒരു സ്ക്വയർ വരച്ചാൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി ഈ പടം വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിന്റെ പേര് കൊടുക്കുക. ABCD നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഇതിനെ ഒന്ന് ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വൃത്തിയായിരിക്കും. അപ്പൊ സർക്കിളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് വരയ്ക്കാനുള്ളത്. ഇത് ഉറപ്പാണ് സർക്കിളിൽ നിന്ന് ചോദിക്കാം.